ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഇത് തമിഴ്നാട്ടിൽ ചെയ്യുന്ന കുഴിപ്പണിയാറാണ് പറയുക. ഇതിന് ദോശമാവാണ്. ദോശമാവിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് സവോള, ചെറിയ ഒരു വലിയ ഉള്ളിയില്ലേ, ചെറിയ സൈസായിട്ട് അത് ചെറുതായിട്ട് മുറിക്കാം. പച്ചമുളക് കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ പച്ചമുളക് മുറിക്കണ്ട. പിന്നെ മല്ലിയില, പിന്നെ കറിവേപ്പില, ഇത് എല്ലാ സാധനവും ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് ആ ദോശൻ്റെ മാവില്ലേ അതിലേക്ക് കലന്നിട്ട് കുറച്ച് ഉപ്പ് എല്ലാം ഇട്ടോളി. പെരുങ്കായ പൗഡറില്ല, അത് ഇടുന്നുണ്ടെങ്കിൽ കായം ഇടുന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു അര ടീസ്പൂൺ അങ്ങനെ ഇട്ടോ, അര ടീസ്പൂണോ 1/4 ടീസ്പൂൺ ഇട്ടോ. നിങ്ങൾ മാവ് എത്ര എടുക്കുന്നോ അതിന് താഴ്ന്ന മാതിരി കേട്ടോ. ഇപ്പം ഞാൻ കുറച്ചാണ് ചെയ്യുന്നത്. അതെല്ലാം അതിലിട്ടിട്ട് നല്ലോണം വന്നിട്ട് കലക്കിയിട്ട്, പിന്നെ ഈ പണിയാരക്കല്ല് പറയും നമ്മൾ, ഇത് വന്നിട്ട് ഇത് അവിടെ ഇരിക്കട്ടെ. ഇതിപ്പം ഞാൻ ചട്നി ചെയ്യുന്നതാണ്. അതിന് വന്നിട്ട് കുറച്ച് ഒരു വലിയ സവോള ഒന്നെടുത്തു, പിന്നെ ഒരു തക്കാളി, പിന്നെ മുളക് പൊടി, ഇതെല്ലാം എണ്ണ ഒരു ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, അതായത് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ മുറിച്ച് സവോള വന്നിട്ട് ഒന്ന് ചോപ്പിച്ചിട്ട്, പിന്നെ അതിൻ്റെ ശേഷം തക്കാളി അതും കുറച്ച് വഴറ്റിയതിൻ്റെ ശേഷം പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതെല്ലാം ഇട്ടോ. എന്നിട്ട് അതൊന്ന് നല്ലോണം കുറച്ച് തൂമിച്ചിട്ട് ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് ഉപ്പും ഇട്ട് എല്ലാം ഇട്ടിട്ട് കുറച്ച് നല്ലോണം വഴറ്റിയതിൻ്റെ ശേഷം ചൂടാറിയതിൻ്റെ ശേഷം മിക്സി ജാറിലിട്ടോ ഇട്ടിട്ട് അരച്ചിട്ട് അതിനെ ഒന്ന് താളിച്ച് വിട്ടേക്ക്. എന്താ പറയുക, കടുക് ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട്. ഇപ്പം ഇത് വന്നിട്ട് കുഴിപ്പണിയാരക്കല്ല് എന്ന് പറയും. ഇത് നോൺ സ്റ്റിക്കിലും വരുന്നുണ്ട്. ഇത് ഇൻഡാലിയത്തിൻ്റെതാണ്. കുറച്ച് വെയിറ്റ് ഉണ്ട്. കുറച്ച് ഗ്യാസ് സ്പീഡിൽ വെച്ച് കുറച്ച് നല്ല ചൂടായി പറഞ്ഞ് പിന്നെ വേഗം പൊരിഞ്ഞ് കിട്ടും നിങ്ങൾക്ക്. എന്നിട്ട് അതിൻ്റെ ശേഷം അതിൽ ഒഴിച്ചേക്കാം. എണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം ഓരോരോ കുഴിയിലേക്കും ആ മാവ് ഒരു സ്പൂൺ ഇങ്ങനെ ഒഴിച്ചു വിട്ടുക. ഒരു കുഴിക്കരണ്ടി ഇല്ല, അതുപോലത്തെ കരണ്ടി എടുത്തിട്ട് അതിൽ ഒഴിച്ചാൽ മതി. പിന്നെ അത് ഒന്ന് വെന്ത് ഇങ്ങനെ ബബിൾസ് വരുമല്ലോ, അങ്ങനെ ആയതിൻ്റെ ശേഷം പിന്നെ ഒന്ന് തിരിച്ചിട്ടിട്ട് ഒന്നും കൂടി കുറച്ച് പൊരിയാനിട്ട് കുറച്ച് എണ്ണ പിന്നെയും ഒഴിച്ചു വിടണം. ലാസ്റ്റ് അങ്ങനെ ഫുള്ള് എണ്ണയെല്ലാം ഒഴിക്കണ്ട, ഇങ്ങനെ ലേശം ഒഴിച്ചാൽ മതി, അതേ മതി നിങ്ങൾക്ക്. കല്ല് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേഗം വെന്തോളും. ഒരു സൈഡ് വെന്തതിൻ്റെ ശേഷം തിരിച്ച് ആ സൈഡ് ഇട്ടേക്ക്, പിന്നെ അത് എത്രയുള്ളൂ പണി. നന്നായിട്ടുണ്ടാവും. ഒരു നാസ്റ്റ ദോശ, ഡെയിലി ദോശ ഇഡ്ഡലി ചെയ്യുന്നതിന് ഇത് ഒരു ദിവസം ട്രൈ ചെയ്ത് നോക്ക്. കുഴിപ്പണിയാറെന്ന് അറിയാം. ഓക്കെ, ബൈ, താങ്ക് യു.